ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ കുറെ കൂടി ക്രമപ്പെടുത്തണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ഇബ്രാഹിം നബിയുടെ ചരിത്രവും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠവുമാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ പരാമർശിച്ച വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ ആയത്തുകളാണ് നിങ്ങൾ കേട്ടത്. ഇതിൻ്റെ ഒരു വശത്തുകൂടെ നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിൽ പോയിട്ടുണ്ട്. ഈ ആയത്തുകളിൽ മുമ്പിൽ വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് നിങ്ങൾ ഉണർത്താനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ കഥ പറയുന്നിടത്ത് ആസർ എന്ന് പറയുന്ന പിതാവിനെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായ ഭാഷയിൽ, അറബിയുടെ ബാലപാഠം അറിയുന്ന ഒരു കുട്ടിക്ക് വായിച്ച് മനസ്സിലാവുന്ന ഒരു വളരെ ലളിതമാണ് ആ സൂറത്ത്. ആ സൂറത്തിലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഇങ്ങനെ കേട്ടപ്പോഴാണ് അബീസീനിയയിലേക്ക് പോയ ആളുകൾക്ക് അവിടുത്തെ രാജാവ് അഭയം നൽകാൻ കാരണമായത്. ജനമനസ്സുകളിലേക്ക് അങ്ങനെ തന്നെ ഇറങ്ങിച്ചെല്ലുന്ന ഈ ആയത്തുകൾ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ദഅവത്ത് എന്ന് പറയുന്ന സംഭവം മുസ്ലിമായ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്. അത് ഉൾക്കൊള്ളാനാണ് ആളുകൾക്ക് ഇന്ന് പ്രയാസം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ മൈക്ക് കെട്ടി സംസാരിക്കുന്നതിന്റെ പേരാണ് എന്ന ഒരു തെറ്റിദ്ധാരണ എവിടെ നിന്നോ വന്നു ചേർന്നതാണ്. അത് അറബി കോളേജിൽ ബിരുദം നേടിയിറങ്ങിയ ആളുകൾക്കുള്ളതാണെന്നും അറബി ഭാഷ അറിയാവുന്ന ആളുകൾ മാത്രം നിർവഹിക്കേണ്ടതാണെന്നും അവർക്കാണത് കൂടുതൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിർവഹിക്കാനാവുക എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം എന്ത് എന്ന് ഉൾക്കൊണ്ട ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരു ബാധ്യതയാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇളത്തിൽ ഹസന. വളരെയേറെ ഹിക്മത്തോടുകൂടി, എങ്ങനെയെങ്കിലുമല്ല
നല്ല മൗഇദത്തുൻ ഹസന, തത്വദീക്ഷയോടുകൂടി യുക്തിയോടുകൂടി നയത്തിൽ വളരെ നല്ല ഭാഷയും നല്ല ശൈലിയുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അവർ നിങ്ങളിൽ നിന്നത് അറിയാതെ പോകരുത്. അങ്ങനെ അറിയിക്കുക എന്ന ഈ ദൗത്യം നിങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളത് തുടങ്ങേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും, നിങ്ങളുടെ ഇണകളിൽ നിന്നും, നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നുമാണ്, അഥവാ വീട്ടിൽ നിന്നാണ്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മാത്രമാണ് നമ്മളെ ഏൽപ്പിച്ചത്. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഈ പറയുന്ന ഇന്നമാ അലൈക്കൽ ബലാഗ്, ഇത് അറിയിച്ചു കൊടുക്കുക എന്ന ബാധ്യത. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായത്തിലെ 272-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നൊരു സംഗതി, ലൈസ അലൈക ഹുദാഹും, പ്രവാചകരെ അങ്ങയുടെ ബാധ്യതയല്ല, താങ്കളുടെ ഡ്യൂട്ടിയല്ല ഹിദായത്ത് വാങ്ങിക്കൊടുക്കുക എന്നത്. നമുക്ക് അറിയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുകയാണ്. പക്ഷെ അള്ളാഹുവാണ് വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, നമ്മൾ ആരൊക്കെ ഹിദായത്തിലായിരിക്കും മരിച്ചു പോവുക എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അറിയില്ല. ഹിദായത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ആഖിബത്ത് അവസാനം എത്തുന്ന സന്ദർഭങ്ങളിൽ ഈ ഹിദായത്തിൽ നിന്ന് തെറ്റിയിട്ട് വലാലത്തിലായിരിക്കുമോ മരണപ്പെട്ടു പോവുക എന്ന് കടുത്ത ആശങ്കയിൽ ജീവിക്കേണ്ട ആളുകളാണ്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമായി തന്നെ ലഭിക്കണം. നമ്മുടെ പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമാണ് അതങ്ങനെ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറന അല്ലാ നതസദ്ദഖ് ഇല്ലാ ലി അഹ്ലിൽ ഇസ്ലാം. സഹാബത്ത് പറയുന്നു, ഈ ഹദീസ്, ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്തെന്ന്. ഞങ്ങളോട് നബി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇനി ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം നൽകിയാൽ മതി. അത് അങ്ങനെയുള്ള ആവശ്യക്കാരായ ആളുകൾ ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ഈ സദഖയും അതുപോലെയുള്ള സംഗതികൾ ലഭിക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറി നിന്ന് പിന്നീട് ഇസ്ലാമിലേക്ക് എത്താൻ അത് കാരണമാവട്ടെ എന്ന നല്ല വിചാരമായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അതല്ല, അത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ല. ഹിദായത്ത് ലഭിക്കുക എന്നത്, നൽകുക എന്നത് അതെന്റെ കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന റൂട്ടിലൂടെ പോയാലാണ് സ്വർഗത്തിലെത്തുക എന്നത് വരച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഒരു നേർരേഖ പ്രവാചകൻ വരച്ചു, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വക്രമായ രേഖകളും വരച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അനുചരന്മാരുമായ ആളുകൾ എങ്ങനെയാണോ മുന്നോട്ട് പോയത് ആ പാതയിലൂടെ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. ആ പാതയിൽ ശിർക്കുകളില്ല, ആ പാതയിൽ അള്ളാഹു അല്ലാത്തൊരു വിളിച്ചു തേടുന്ന ഒരിടപാടുമില്ല. ആ പാതയിൽ സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുമില്ല. സഹാബത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ എങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിലാക്കിയിട്ട് ആ മാർഗത്തിലൂടെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ എന്നത് മൂത്താപ്പയുടെ മരണത്തിന് ശേഷം സങ്കടപ്പെട്ടിരുന്ന ഒരു മകന് അള്ളാഹുവിന്റെ കിതാബ് തിരുത്തിയതാണ്. അതിനങ്ങനെ സങ്കടപ്പെടേണ്ട. അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലായിരുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. ഈ സൂറത്ത് മറിയമിന്റെ ഏതാനും ആയത്തുകൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് ഇവിടെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെയും, അത് നമ്മുടെ ഉപ്പമാരാണെങ്കിലും വല്ലിപ്പമാരാണെങ്കിലും പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും ഒക്കെയും സ്വീകരിക്കുന്ന ഒരു ലൈൻ എന്താന്ന് ചോദിച്ചാൽ തഖ്ലീദാണ്. മുമ്പുള്ളവർ എങ്ങനെയാണോ ജീവിച്ചത് അണു തെറ്റാതെ അങ്ങനെ തന്നെ ജീവിച്ചു പോവാനുള്ള ഒരു ത്വര ഇബ്ലീസാണ് നമ്മുടെ മനസ്സിലിട്ട് തന്നത്. കാക്ക കാരണവന്മാരുടെ പാത ലെവലേഷൻ പിൻപറ്റാതെ മുമ്പോട്ട് പോകണം എന്നത്. അതാണ് ഖുർആൻ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളൊക്കെയും വഴിതെറ്റാനുള്ള ഒരു കാരണമായി പറഞ്ഞത്. ഖാലു ഇന്നാ വജദ്നാ ആബാഅനാ ഇന്നാ വജദ്നാ അലാ ഉമ്മത്തിൻ
അങ്ങനെ ഒരിടത്ത് വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഇവർക്കൊക്കെയും മുമ്പിൽ വിളിച്ചു പ്രാർത്ഥന നടത്തുന്നതാണ്, ഇവരോടൊക്കെ സഹായം തേടുന്നതാണ് പൂർവികരായ ആളുകൾ ചെയ്തതായി ഞങ്ങൾക്കറിയുക. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ നിന്നാണത് പഠിച്ചത് എന്ന ആളുകൾ നോക്കാറില്ല. ഏതാണ് ഈ ഇസ്ലാം? ഇസ്ലാം തന്നെയാണോ നമ്മുടെ പൂർവികരായ ആളുകൾ പിൻപറ്റിയത് എന്നും നോക്കാറില്ല. അതല്ല, ഇസ്ലാമിന്റെ ശത്രുക്കൾ കടത്തിക്കൊണ്ടുവന്ന ആശയങ്ങൾ ഇസ്ലാമിന്റേതാണെന്ന വ്യാജേന അവർ ആചരിക്കുകയായിരുന്നോ എന്നും പഠിക്കാറില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടോട്ടിയിൽ ഒരു നേർച്ച നടന്നു. വർഷങ്ങളായി നിലച്ചുപോയിരുന്നൊരു സംഭവത്തെ എല്ലാവരും കൂടി പുനരുജ്ജീവിപ്പിച്ചു. അതിന്റെ ഒരു ഘോഷയാത്രയുടെ മുമ്പിൽ പിടിച്ച ബാനർ കണ്ടുപോ നിങ്ങൾ? ആ ബാനർ, ഈ ബാനറിന്റെ ആളുകളാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് പതിറ്റാണ്ടുകളായി നമ്മൾ ആളുകളോട് പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല. ഖാലിസായ ഒരു മതം ഈ നാട്ടിലുണ്ടായിരുന്നു. ആ മതത്തിലേക്ക് ഒരു പട്ടാണി വംശജനായ മുഹമ്മദ് ഷാ വലിയുള്ള എന്നവർ വിളിക്കുന്ന ഒരാൾ അവിടെ വന്ന് താമസമാക്കിയതാണ്. ഇവിടെ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ഖബർ പൂജയും ആരംഭിക്കാൻ കാരണമെന്ന് എത്രയോ നാളുകളായി നമ്മൾ ആളുകളോട് പറഞ്ഞു. എന്നിട്ട് അതിന് തെളിവ് മുദ്രിച്ചു കൊടുത്തു. കോളറയും വസൂരിയും ഒക്കെ ഉണ്ടായ സന്ദർഭങ്ങളിൽ അവിടെ നിന്നൊരു കൊടി പിടിച്ച് നമ്മുടെയൊക്കെ നാടുകളിലൂടെ ഇവരിങ്ങനെ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഒരു തരം ജാഥ പോലെ ഇങ്ങനെ നടത്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർ പാടിയിരുന്നൊരു ബൈത്തുണ്ടായിരുന്നു. ലിഹംസത്തുൻ ഉത്ഫി ബിഹാ നാറുൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമ വൽ ഫാത്തിമ. ഞങ്ങൾക്ക് 5 പേരുണ്ട്. 5 പേര്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ഫാത്തിമ ബീവിയും റളിയല്ലാഹു തആല അൻഹ. യാ അലി, യാ ഫാത്തിമ, യാ ഹുസൈൻ, യാ ഹസൻ എന്നായിരുന്നു ഈ 3 ദിവസം മുമ്പ് ആ ബാനർ ഇങ്ങനെ കൊണ്ടോട്ടിയിലൂടെ യാത്രയായത്. അപ്പൊ നമ്മൾ ആളുകൾക്ക് നമ്മുടെ വല്ലിപ്പമാര്, നമ്മുടെ ഉപ്പമാര്, നമ്മൾ തന്നെയും ആചരിച്ചു പോരുന്നത് ഷിയായിസത്തിന്റെ ഭാഗമാണോ അതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണോ എന്ന് പഠിക്കേണ്ട ബാധ്യത വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സങ്കടം വന്നുപോയി. പിന്നീട് അവിടെ കാണുന്ന ആചാരങ്ങളൊക്കെയും ഹൈന്ദവ മതത്തിൽ നിന്ന് കുടിയേറിയതാണ് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ബോധ്യം വരുന്നു. അങ്ങനെയാണല്ലോ ആചാരമുണ്ടായത്. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതിനെ എതിർക്കുമ്പോഴും ആളുകൾ പറയും വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, അങ്ങനെയാണ് പൂർവികരായ ആളുകൾ ചെയ്തത് എന്ന്. ഈ ദൗത്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുന്നാരമോൻ ഉപ്പയോട് യാ അബ്തി, എന്റെ പുന്നുപ്പ എന്ന് വിളിച്ച രൂപത്തിൽ വിളിച്ച് പറയാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല. നമ്മൾ അതിന് മാത്രം പാകപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഉപ്പയോട് സംസാരിച്ചു തുടങ്ങുന്നത്. അതൊരു നെഗറ്റീവ് വർത്തമാനമാണ്. ദഅവത്തിന്റെ രംഗത്ത് നെഗറ്റീവായ വർത്തമാനങ്ങൾ ആദ്യമേ പറഞ്ഞ് കുറെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കാൻ അള്ളാഹുവിന്റെ മതം പറയുന്നില്ല. അവരോട് പോസിറ്റീവായി തന്നെ സംസാരിക്കുന്നു ഇബ്രാഹിം നബി. ലിമ തഅബുദ്, എന്തിനാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്? എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? എന്തുണ്ട് കാര്യം അതുകൊണ്ട്? ലിമ തഅബുദ്. ആ ലിമക്ക് അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം? മാ ലാ യസ്മഉ വലാ യുബ്സിർ, കാണുന്നില്ല അവർ, കേൾക്കുന്നില്ല അവർ, അറിയുന്നില്ല അവർ. കണ്ടും കേട്ടും ഒന്നും അറിയാനുള്ള ഗ്രാഹ്യശക്തി അവർക്കില്ല. ഹൽ യസ്മഊനകും ഇദ് തദഊൻ, നിങ്ങൾ വിളിച്ചു തേടുന്നത് അവർ അറിയുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമ്മുടെ ആളുകൾ ഖബറിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഇന്നക ലാ തുസ്മിഉൽ മൗത, കൃത്യമായി അള്ളാഹുവിന്റെ കിതാബ് പറഞ്ഞു, വലാ തുസ്മിഉസ് സുമ്മ ദുആ, ഒരു പൊട്ടനായ മനുഷ്യനെ നിങ്ങൾക്ക് വിളി കേൾപ്പിക്കാൻ സാധിക്കാത്ത പോലെ ഖബറിലുള്ള ആളുകൾ കേൾക്കില്ലെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സംശയിക്കുന്നത് എന്തിനു?
മരിച്ചുപോയ മഹാത്മാക്കൾക്ക് വീര്യം കൂടുകയാണുണ്ടാവുക എന്നൊക്കെ ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷെ ഖുർആൻ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയില്ല തന്നെ എന്ന് കട്ടായമായി പറയുന്നു. ലഖദ് അസ്മഅത ലൗ നാദൈത ഹയ്യൻ വലകിൻ ലാ ഹയാത ലിമൻ തുനാദി. ജീവനുള്ള ഒരാളെയാണ് നീ വിളിക്കുന്നത് എങ്കിൽ നിനക്ക് അയാളെ കേൾപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ മനുഷ്യ, നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനില്ലാത്ത ഒരു മനുഷ്യനെയല്ലേ. വലൗ നാറുൻ നഫഖത ബിഹാ അളാഅത് വലകിൻ അൻത തൻഫുഹു ഫീ റമാദി. തീയിലാണ് നീ ഊതുന്നത് എങ്കിൽ നിനക്കത് കത്തിക്കാമായിരുന്നു, വെളിച്ചം കിട്ടുമായിരുന്നു, കത്തുമായിരുന്നു അത്. പക്ഷേ ഉറഞ്ഞുപോയ ഒരു വെണ്ണീർക്കൂരയിൽ നീ മരിക്കുവോളം കടന്നൂതിയിട്ടെന്ത് കാര്യം? നിനക്കതിൽ നിന്ന് തീയുണ്ടാക്കാൻ കഴിയുമോ, വെളിച്ചമുണ്ടാക്കാൻ കഴിയുമോ എന്ന് അറബിക്കവി ചോദിക്കുന്ന ന്യായമായ ചോദ്യം ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് നമ്മളിപ്പോ ചെയ്യേണ്ട ധർമ്മം. ലിമ തഅബുദ് മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഅനി അൻക ശൈഅ എന്ന് നമുക്ക് കൃത്യമായി ഈ ആളുകളോട് ചോദിക്കാനാവണം. അപ്പോഴും ഒരേ ഒരു മറുപടിയിൽ മാത്രം അവർ നിൽക്കും. വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഞങ്ങളെങ്ങോട്ടുമില്ല, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ നടന്നുപോയ വഴി ഇതാണ്. ഈ ആൻസർ ഖിയാമത്ത് നാളിൽ ഫലം ചെയ്യുമോ ഇല്ലേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നാണ് ഗൗരവത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ മറുപടി മനുഷ്യന്മാരുടെ മുമ്പിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെട്ടു പോവാം, പക്ഷെ വിചാരണ നാളിൽ രക്ഷപ്പെടില്ല. അടുത്തത് യാ അബതി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ. പ്രബോധകരായ ആളുകൾ ചെയ്യുന്ന രണ്ട് തെറ്റിനെ തിരുത്തുന്നു ഈ ആയത്ത്. ഒന്ന്, നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോ എല്ലാം അറിയുന്ന, എല്ലാം തികഞ്ഞ ആളായി ഇങ്ങനെ നിന്ന് സംസാരിക്കാറുണ്ട്. എനിക്കെല്ലാം അറിയുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉലമാക്കൾക്കാണ് എല്ലാം അറിയുക. ഈ രണ്ട് തെറ്റ് ആളുകളോട് പറയും. അങ്ങനെ വരുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ അഹംഭാവത്തെക്കുറിച്ചുള്ള ഒരു വർത്തമാനം അഹംഭാവിയായിട്ട് കാണും. അത് യേശൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുപ്പിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഖദ് ജാഅനി മിനൽ ഇൽമ, എനിക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചറിഞ്ഞിട്ടുണ്ട്, എനിക്ക് അള്ളാഹു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, വഹിയായി ലഭിച്ചിട്ടുണ്ട്. ആ അറിവ് നിങ്ങൾക്ക് തൽക്കാലം ലഭിച്ചിട്ടില്ല. നിങ്ങൾ ആ അറിവ് പഠിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രബോധകന്റെ ശൈലി ഇതാവണം. നിങ്ങളിപ്പോ പഠിച്ച് ഞാനിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ എപ്പോ വരുന്നുവോ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഈ പഠിച്ച് അറിഞ്ഞ് തിരുത്തുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് ദഅവത്ത് എന്ന് വിളിക്കാം. മാലം യക്തിക്, നിങ്ങളിപ്പോ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ഈ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ ശിർക്ക് വലിച്ചെറിഞ്ഞ് മുവഹിദുകളായി മാറുന്നത്. അവർ പഠിക്കാൻ തയ്യാറാവുന്നു. ഇതിന്റെ നിരർത്ഥകത അവർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ബോധ്യപ്പെടുമ്പോ കാരണവന്മാരായ ആളുകളുടെ പാത തന്നെ പിന്തുടരണം എന്ന വാശി വലിച്ചെറിയുന്നു. അവർ നല്ല ഹിദായത്തിന്റെ മാർഗത്തിലൂടെ നടന്നു പോകുന്നു. പക്ഷെ ഇതിന് പ്രചോദിപ്പിക്കാൻ നമ്മൾ ഉണ്ടാവണം. ഒന്നുകൂടി, യാ അബതി ഇന്നി ജാഹിലുൻ എന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, ഇതായിരിക്കാം ശരി എന്നൊന്നുമല്ല. എനിക്ക് കൃത്യമായ അറിവുണ്ട്. ആ അറിവ് മുകളിൽ നിന്ന് വന്നതാണ്. നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് കൃത്യമായ അറിവുണ്ട്. നമുക്ക് പറയാൻ കഴിയേണ്ടത് എന്താ? എനിക്ക് കൃത്യമായ അറിവുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൃത്യമായി പഠിപ്പിക്കുന്നത്. പ്രവാചകനും സഹാബത്തും അതാണ് കാണിച്ചു തന്നത് എന്ന് അവരുടെ ജീവിതം അതാണ്. താബീകൾ അങ്ങനെയാണ് ജീവിച്ചത്. തബഉ താബീകളും അങ്ങനെയാണ് ജീവിച്ചത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറയുന്ന ഉത്തമ 3 തലമുറയും അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോയത് എന്ന് നമുക്ക് സമർത്ഥിക്കാനാവണം. നിങ്ങളിത് പഠിക്കണമെന്ന്, കേൾക്കൂ, പഠിക്കൂ എന്ന്. മക്കൾ എത്ര പഠിച്ചു വളർന്നാലും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആ പിതാക്കന്മാർക്ക് മുമ്പിൽ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മര്യാദയും ബഹുമാനവും ആദരവും വിട്ടുകൊണ്ടുള്ള വർത്തമാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ല. നമ്മളും പറയാതിരിക്കുക.
എങ്കിൽ എങ്കിൽ ആ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പലപ്പോഴും പ്രബോധനം പരാജയപ്പെട്ടു പോകുന്നത് മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെയും വല്ലിപ്പയുടെ പ്രായമുള്ള ആളുകളാവും. സംസാരിക്കുന്ന ആൾ ഒരു പേരക്കുട്ടിയുടെ പ്രായത്തിലുള്ള ആളായിരിക്കും. ആ ആൾ മുമ്പിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത് അവരുടെയും വല്ലിപ്പയാവാനുള്ള പ്രായത്തിലാണ് ഞാൻ എന്ന ധാരണയിലായി പോകുന്നത് വല്ലാത്തൊരു ഗതികേടായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഭാഷകൾ നന്നാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുന്നില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, ഈ ഒരു അവസ്ഥയിലേക്ക് വരണം. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. അവർ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ നമ്മൾ അനുസരിച്ചുകൂടാ. ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോ ഈ എതിർ വർത്തമാനങ്ങൾ ഉണ്ടാവണം. പക്ഷേ അവരോട് നന്നായി പെരുമാറണം. അതാണ്. എന്നിട്ട് അവരോട് അവരെ ബോധ്യപ്പെടുത്തണം. എന്ത്? അഹ്ദിക സിറാത്തൻ സവിയ്യ, അഹ്ദിക് സിറാത്തൻ സവിയ്യ. എന്റെ പൊന്നുപ്പ, എന്റെ വല്ലിപ്പ, ഉമ്മ, വല്ലിമ്മ, അങ്ങനെ പോകുന്ന ആളുകൾ, അവരെ മാത്രമല്ല എല്ലാവരെയും അഹ്ദിക്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സിറാത്തൻ സവിയ്യ, ചൊവ്വായ ഒരു സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെയാണ്. അല്ലാതെ നിങ്ങളെ ഗതികേടിലാക്കാനല്ല. ബുദ്ധിയുള്ള ആരാണ് ഹിദായത്ത് ലഭിക്കാൻ ആഗ്രഹിക്കാത്തത്? ബുദ്ധിയുള്ള ഒരാളും ഹിദായത്ത് എനിക്ക് വേണ്ടെന്ന് പറയില്ല. ഹിദായത്ത് എനിക്ക് വേണ്ടെന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഷയാണ് ഞങ്ങൾ കാക്കകാരണവന്മാരുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഹിദായത്ത് കിട്ടണം എന്ന് മനസ്സിന്റെ ഉള്ളിൽ ഒരു തേട്ടമുണ്ടാകും. ജയിക്കാൻ വേണ്ടി എന്ന് വീമ്പ് പറയുകയാണ്. യാ അബതി ലാ തഅബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. അടുത്ത വരി അതാണ്. ഒരിക്കലും ശൈത്താന് നിങ്ങൾ ആരാധന ചെയ്യരുത്. ശൈത്താൻ റഹ്മാനായ തമ്പുരാന് എതിരാണ്. എപ്പോഴും എതിരേ ഉണ്ടാവുള്ളൂ. ശൈത്താന് എതിർക്കാത്ത മതങ്ങൾ ഏതാണുള്ളത്? ശൈത്താനിന്റെ കൂട്ടാളിയാവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മതവുമില്ല, ഒരു പ്രത്യയശാസ്ത്രങ്ങളുമില്ല. അതുകൊണ്ട് ലാ തഅബുദി ശൈത്താൻ, പിശാചുക്കളെ യാവരുത് ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിനല്ലാതെ ആരൊക്കെ ഇബാദത്ത് ചെയ്യുന്നുവോ അത് പൈശാചികമായ ഒരു ഉൾവിളിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, വിളിച്ചു തേടുക വഴി നിങ്ങൾ പിശാചിന്റെ ഇബാദത്ത് എടുത്തു പോകുമ്പോൾ ആലോചിക്കേണ്ടത്, പിശാചി പടച്ചവന്റെ എതിർഭാഗത്ത് ശത്രുപക്ഷത്താണ് എപ്പോഴും നിൽക്കുക. അങ്ങനെ നമ്മളുമായി പോകരുത്. നമ്മളുമായി പോകുന്ന പശ്ചാത്തലമുണ്ടാവും. വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു ഒരു മകൻ ഉപ്പയോട്. ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇബ്രാഹിം നബിയുടെ കഥകൾ ഇങ്ങനെ കേട്ടുപോകുന്നു. അതിൽ നിന്നൊരു തരം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം അപ്പോഴുണ്ടാകുന്നു. പിന്നെ നമ്മളത് മറന്നുപോകുന്നു. ആണ്ടോടാണ്ട് ഈ ഹജ്ജും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളും വരുന്നു. ബലി പെരുന്നാൾ ആഘോഷിക്കുന്നു. നമ്മൾ പിന്നെയും അത് മറന്നുപോകുന്നു. എന്നിടത്തു നിന്ന് വളരെ സൗമ്യമായി ശാന്തമായി, ഇതിന് കോലാഹലങ്ങളില്ല, അവനവന്റെ വീട്ടിൽ ഇത് പറയാൻ യാതൊരു ഒച്ചപ്പാടിന്റെയും ആവശ്യമില്ല, 5 പൈസയുടെ ചെലവില്ല, സ്നേഹമസരണമായ അന്തരീക്ഷത്തിൽ പറയാൻ പഠിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഉപദേശിക്കുന്നു. തൗഹീദിന്റെ ചേരിയിൽ ഉറച്ചു നിൽക്കുകയും അത് ജീവിതത്തിൽ ആചരിക്കുകയും അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഹൃദയവിശാലത കാണിക്കുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഞാൻ ഉണർത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പറയുന്നത്, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. ഇതാണ് ആ വികാരം.
ഈ വികാരമുണ്ടാകുമ്പോഴാണ് ദഅവത്ത് എന്ന് പറയുന്ന സംഭവം നമ്മൾ നടത്തി തുടങ്ങുക. നമുക്ക് ഈ പേടി ഉണ്ടോ ഇല്ലേ എന്ന് ഗൗരവബുദ്ധി ആലോചിക്കണം. പ്രിയപ്പെട്ട പൊന്നുപ്പ, ഞാൻ ഭയപ്പെടുന്നു നിങ്ങളെ നരകം തീണ്ടുമെന്ന്, നിങ്ങൾ നരകത്തിലായി പോകുമെന്ന്, അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൽ നിന്ന്. ഫതകൂന ലിശ്ശൈത്വാനി വലിയ, നിങ്ങൾ പിശാചിന്റെ മിത്രമായി പോകുമോ എന്നാണ് എന്റെ പേടി. ഖിഫ്തു എന്നല്ല ഖുർആൻ പറഞ്ഞത്, അഖാഫു എന്നാണ്. ഞാൻ പേടിച്ചിരിക്കുന്നു, പേടിച്ചു പോയി എന്നല്ല. അഖാഫു എന്ന് പറയുമ്പോ അതിന് മുളാരിന്റെയും മുസ്തഖബിലിന്റെയും അർത്ഥം കിട്ടുമെന്നാണ് അറബി ഭാഷാ നിയമപ്രകാരം. അഥവാ പ്രസന്റ് അർത്ഥവും ഫ്യൂച്ചർ അർത്ഥവും നൽകണമെന്ന്. വർത്തമാനകാലത്തെ അർത്ഥവും പറയാം, ഭാവി കാലത്തെ അർത്ഥവും പറയാം. എനിക്ക് പേടിയുണ്ട്, ഞാൻ പേടിക്കുകയും ചെയ്യുന്നു. ഈ പേടി എന്താണ്? ആ പേടി ഐ യമസ്സക അദാബും മിനർ റഹ്മാൻ, പടച്ചതമ്പുരാന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നുപെടുമെന്ന്. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുവോ നമ്മുടെ ഉറ്റവർക്ക് ഉടയവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിച്ച് നരകത്തിൽ പോകണമെന്ന്? ആ ഒരു പേടി, ഒരു വല്ലാത്ത ബേജാറ്, വെപ്രാളം ഉണ്ടാകുമ്പോ എന്തു ചെയ്യും? നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം നരകത്തിലാണ് എന്നല്ല. അതൊരു തെറ്റായ രീതിയാണ്. നരകത്തിലാണോ ഞാനും നിങ്ങളും എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ കണ്ട് ഒരാളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വിധി പറയരുത്, ഒരിക്കലും പറയരുത്. നീ നരകാവകാശിയാണ് എന്ന് പറയുകയും അയാൾ സ്വർഗാവകാശിയായി ആണെങ്കിൽ ഈ പറഞ്ഞവനായിരിക്കും നരകത്തിലെത്തുക എന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ കരുതലോടെ ഉപയോഗിക്കേണ്ട ചില പദപ്രയോഗങ്ങൾ യാതൊരു കരുതലുമില്ലാതെ ദഅവത്ത് രംഗത്ത് ആളുകൾ ആധികാരികമായി പറഞ്ഞു പോകുന്നു. അങ്ങനെ പറയണ്ട. എനിക്ക് പേടിയുണ്ട്, ഞാൻ പേടിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതനാകുമോ എന്ന്. അതൊരു നല്ല വർത്തമാനമാണ്. പക്ഷെ അവിടെ ഇബ്രാഹിം നബി പരിചയപ്പെടുത്തുന്ന പടച്ചതമ്പുരാൻ റഹ്മാൻ എന്നാണ്. റഹ്മാൻ എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വഴിപ്പെട്ടെങ്കിലും വഴിപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകും. അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ നൽകുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുമ്പോ നിങ്ങൾ അല്ലാഹുക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ഞാൻ, ഈ പോകുന്നതൊക്കെ ശരിയായ റൂട്ടിലായതുകൊണ്ടല്ലേ എനിക്ക് ഈ നിഅമത്ത് ലഭിക്കുന്നത് എന്നല്ലേ ആലോചിക്കേണ്ടത്. അതെല്ലാവർക്കും ലഭിക്കുന്ന റഹീമായ ഒരു തമ്പുരാനുണ്ട്. പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ശിർക്കും പുറത്തു തരുന്ന ആ തൗബ ചെയ്താൽ, ശിർക്കോടുകൂടിയാണ് മരിച്ചു പോകുന്നത് എങ്കിൽ പിന്നെ അള്ളാഹു അത് പൊറുക്കില്ല. മരിക്കുന്നതിന് മുമ്പ് പൊറുപ്പിക്കാൻ പറ്റുമെങ്കിൽ പൊറുപ്പിക്കാം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ എന്ന് പറയുന്നത് അവിടെയാണ്. മറ്റൊരിടത്ത് ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. ശിർക്കും പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കില്ലെന്ന് പറയരുത്, തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും. അങ്ങനെ പൊറുപ്പിച്ച്, പാപങ്ങൾ പൊറുപ്പിച്ച് അള്ളാഹുവിന്റെ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന ശ്രമത്തിന്റെ പേരാണത്. അള്ളാഹു ജബ്ബാർ ഖഹാറുമൊക്കെയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സിഫത്തിനെയല്ല ഒരു ദായി ആളുകളോട് പരിചയപ്പെടുത്തുന്നത്. എന്റെ റബ്ബ് ജബ്ബാറാണ് എന്നല്ല ഇബ്രാഹിം നബി പരിചയപ്പെടുത്തുന്നത്. എന്റെ റബ്ബ് ഖഹാറാണ് എന്നല്ല പരിചയപ്പെടുത്തുന്നത്. എന്റെ റബ്ബ് റഹ്മാനും റഹീമുമാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ടെണ്ണം. അള്ളാഹുവാണ് നമ്മുടെ വലിയ, അള്ളാഹുവാണ് നമ്മുടെ വലിയ. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യുമ്പോ അവർ നമ്മുടെ വലിയായി മാറും. വലിയ, അതൊക്കെയും ഷെയ്ത്താനിന്റെ വലിയായി മാറുന്ന ഒരവസ്ഥയുണ്ടാകും. ഷെയ്ത്താൻ നരകത്തിലേക്കായിരിക്കും ആളുകൾ വിളിക്കുക. സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. എറിഞ്ഞു ആട്ടിയിട്ട് പോവാൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ഇങ്ങനൊരു വാക്ക് പറഞ്ഞു പോയി. അപ്പോഴും
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിദായത്തിലേക്ക് എന്റെ പൊന്നുപ്പ വരണമെന്ന വല്ലാത്ത അടങ്ങാത്ത ആഗ്രഹവും ഈ പോകുന്ന പോക്കിലുള്ള വല്ലാത്തൊരു വേദനയും മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പടച്ചതമ്പുരാനോട് പാപമോചനത്തിന് അർപ്പിക്കാം, ഇസ്തിഗ്ഫാർ നടത്താം എന്ന് വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായത്തിലെ 4-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇല്ല ഖൗല ഇബ്രാഹിം ലി അബീഹി, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല, ഈ പറഞ്ഞതിൽ മാത്രം നിങ്ങൾക്ക് മാതൃകയില്ല. ഉപ്പ നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിന് തേടാമെന്ന് ഇബ്രാഹിം നബി പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിന്റെ തൗബയിലെ 114-ാമത്തെ ആയത്തിലാണ് നിങ്ങൾക്കിത് മാതൃകയല്ലെന്ന് പറയുന്നത്. ഞാൻ ഈ ആയത്ത് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുമോ എന്ന് നോക്കാനാണ്. فما كان استغفار إبراهيم لأبيه إلا عن موعظة وعدها إياه. നേരത്തെ കേട്ട ആയത്തിൽ പടച്ചതമ്പുരാനോട് പറഞ്ഞു പോയ ഒരു കരാർ പൂർത്തീകരിക്കാനാണ് ഇബ്രാഹിം നബി ആസറിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയത്. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുപക്ഷത്താണ് എന്റെ ഉപ്പ എന്ന് മനസ്സിലാക്കിയപ്പോ തബറഅ മിൻഹു, അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ നിന്ന് ഇബ്രാഹിം നബി പൂർണ്ണമായി വിട്ടുനിന്നു. ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം, വിവേകമുള്ള ആളായിരുന്നു ഇബ്രാഹിം നബി, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 114-ആണ്. തൊട്ടുമുകളിൽ 113-ൽ ഗൗരവമുള്ളൊരു വിഷയമാണ് പറയുന്നത്. മാകാന ലിന്നബിയ്യി വല്ലദീന ആമനു, പ്രവാചകന് പാടില്ല, ഒരു പ്രവാചകന് പാടില്ല തന്നെ, ആ പ്രവാചകനിൽ വിശ്വസിച്ചു പോയ മുവഹ്ഹിദുകളായ ആളുകൾക്കും പാടില്ല തന്നെ അയ്യസ്തഗ്ഫിറു, അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ എന്നപേക്ഷിക്കുവാൻ, ലിൽ മുശ്രിക്കീൻ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക്. വലൗ കാനൂ ഉലീ ഖുർബ, അവർ എത്ര അടുത്ത റിലേറ്റീവ് ആണെങ്കിലും, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, നരകത്തിന്റെ വിറകുകൊള്ളികളാണ് അവർ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നത് തെറ്റാണ്. ഇത് ഒരു ഗൗരവമുള്ള വിഷയമായി മനസ്സിൽ വെക്കുക. പടച്ചതമ്പുരാനെ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയാൻ ആഗ്രഹമില്ലാത്ത ഒരു കുഞ്ഞു മനസ്സുമുണ്ടാവുകയില്ല. ഒരു മകന്റെയും മകളുടെയും പേരമകളുടെയും മനസ്സുണ്ടാവുകയില്ല. പക്ഷെ അതിനുള്ള യോഗ്യത നേടുക എന്നതാണ് ദഅവത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു, നമ്മളറിഞ്ഞ സത്യങ്ങളൊക്കെ നമ്മളങ്ങനെ ആചരിച്ചു പോകുന്നു എന്നിടത്ത് നിന്നാൽ പോരാ എന്നാണ് വളരെ സ്നേഹബുദ്ധിയായി എനിക്ക് ഉണർത്താനുള്ളത്. വയക്കും വക്കാണവുമല്ല, സ്നേഹമസരണമായ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കണം. അവർക്ക് രോഗമാകുമ്പോ ആ രോഗത്തിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പഥ്യങ്ങൾ പ്രായം കൊണ്ട് പാലിക്കാതിരിക്കുമ്പോ എത്ര ക്ഷമയോടെയാണ് മക്കളെ, നമ്മൾ മാതാപിതാക്കളെ അതനുസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എത്ര സ്നേഹമസരണമായ ഭാഷയിലാണ് നിങ്ങൾ അവരെ ഉപദേശിക്കുന്നത്. എന്തുമാത്രം അടുപ്പത്തോടുകൂടിയാണ് എത്ര ചീത്ത കേട്ടാലും പിന്നെയും നമ്മൾ അവരെ വീണ്ടും പറഞ്ഞതനുസരിപ്പിക്കുന്നത്. അതവരുടെ ദുന്യവിയായ വിഷയങ്ങളാണെങ്കിൽ ഉഖറവിയായ പാരത്രികമായ നേട്ടത്തിന് വേണ്ടിയും അത് ചെയ്തുകൂടെ എന്നാണ് വിനീതമായ ചോദ്യം. അതേറ്റെടുക്കുന്ന നല്ല മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷനാണ് എടുക്കുന്നത്. ഇതിലെല്ലാവരും നന്നായി സഹകരിക്കണം എന്നപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാന്റെ ദീൻ നന്നായി പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചു പോകുന്ന
ശൈലി, ജീവിച്ചു പോകുന്ന നമ്മൾ തെരഞ്ഞെടുത്ത ആദർശ സരണിയുമൊക്കെയും കൃത്യവും വ്യക്തവുമാണോ എന്ന് നന്നായി പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തിരുത്താനുള്ള ഹൃദയവിശാലതയും തോന്നിച്ചയും തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി വ്യഥയനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സൗഖ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹു അവരുടെയും നമ്മുടെയും പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്